മണാലി ചെന്നിട്ടുള്ള ഫസ്റ്റ് ഡേ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് മനു മാർക്കറ്റിൽ പർച്ചേസിങ്ങിനാണ് പോയത്. ഗൈസ് നമ്മളിവിടെ മണാലി വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. ഞാൻ ഊതുമ്പോൾ പുകയൊക്കെ പോകുന്ന കണ്ടോ ഗൈസ്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല സ്നോഫോൾ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നല്ല സ്നോ ഇവിടെ വീഴുന്നുണ്ട്. ഇത് നമ്മുടെ റൂമിന് തൊട്ടപ്പുറം. നമ്മളിപ്പോൾ കുറച്ച് ജാക്കറ്റൊക്കെ വാങ്ങി, ഇവിടെ ഭയങ്കര മഴയാണ്, കുറച്ച് ജാക്കറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഗൈസ് ഇത് മൊത്തം. ഈ ഒരു ക്ലൈമറ്റിൽ, ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് സ്കൂളിൽ വരെ പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന മഞ്ഞുമലയില്ലേ, ഇവിടെ വന്ന് എനിക്ക് പനിയൊക്കെ പിടിച്ചു ഗൈസ്. ഇവിടെ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന മഞ്ഞുമല മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടക്കും. നമ്മൾ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രീം പ്ലേസിൽ ഒന്നായിരുന്നു ഈ മണാലി. അത് ഞാൻ എത്തിപ്പെട്ടു. ഇങ്ങനെ ഡ്രീം പ്ലേസ് ഒക്കെ മൈൻഡിൽ വെച്ചിരിക്കുന്നവർ ആരും ഡിലേ ആക്കണ്ട. ഉറപ്പായിട്ടും മണാലി വന്നോ ഗൈസ്, അടിപൊളിയാണ്. പർച്ചേസിങ്ങിനായി ഫസ്റ്റ് നമ്മൾ വന്നത് ഈ ഒരു ഷോപ്പിലായിരുന്നു. ഇവിടെ ഈ കിടക്കുന്ന ജാക്കറ്റ്സ് ഒക്കെ 1000 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1500 വിട്ടിട്ട് ഒരു കളിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് ഓർത്ത് വേറെ കടയിലോട്ട് പോയി. ഗൈസ് ഞങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റ്സിൽ വന്നിട്ട് ഒരുപാട് ജാക്കറ്റ്സിന് വില ചോദിച്ചു. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇവർ നമ്മളെ നോ ബാർഗൈനിങ് തന്നെ പറയുവാണേ. എന്നിട്ട് അപ്പുറത്തെ കടയിൽ കുറവാന്ന് പറയുമ്പോൾ അവിടെ എത്ര പ്രൈസ് എന്ന് ചോദിച്ചിട്ട് ഓക്കെ ഇവിടെ ഇത്രയും തരാമെന്ന് പറയും. പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിനും വില കുറവായിരുന്നു. ഇവിടെ 1000 വിട്ടിട്ട് ഒരു കളിയില്ല. നമ്മുടെ റൂമിൻ്റെ അവിടുത്തെ ഓൾഡ് മണാലിയുടെ അവിടുത്തെ വ്യൂ ആണ് ഗൈസ്. ഇത് കണ്ടോ, ഈ മാർക്കറ്റിനോട് ചേർന്ന് നിന്നിട്ടാണ് മഞ്ഞുമല. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? കണ്ടോ, മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടക്കുവാണ് ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മഞ്ഞു മാർക്കറ്റിലാണുള്ളത്, നിയർ ബസ് സ്റ്റേഷൻ. അപ്പോൾ മണാലിയിലൊക്കെ വരുന്നവർക്ക് ജാക്കറ്റൊക്കെ റെന്റിന് എടുക്കാനായിരിക്കും മിക്കവരും ഓർക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു ദിവസം 250 വെച്ചായിരിക്കും റെന്റ് വരുന്നത്. 2-3 ദിവസം 750 ഒക്കെ ആയിരിക്കും റെന്റ് വരുന്നത്. അപ്പം ഞാൻ ഈ മഞ്ഞു മാർക്കറ്റിൽ ഓരോ കടകളും കയറി നോക്കിയപ്പോഴത്തേക്കിന് 1000 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അപ്പം ഞാൻ നിങ്ങൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തരാം. ഈ ഒരു ജാക്കറ്റിന് വെറും 500 റുപ്പീസ് മാത്രമായിട്ടുള്ളൂ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്കിത് ഫ്യൂച്ചർ യൂസും ഉണ്ട്. അപ്പം നിങ്ങൾ വരുമ്പോഴത്തേക്കിനും ഞാൻ നിങ്ങളെ ഈ ഒരു മഞ്ഞു മാർക്കറ്റിൽ ലൊക്കേഷൻ കാണിച്ചു തരാവേ. നിങ്ങൾ ഇവിടെ വന്ന് ഉറപ്പായിട്ടും എടുത്താൽ മതി. നമ്മുടെ മഞ്ഞു മാർക്കറ്റിൽ ഈ ഒരു കഫേ കോഫി ഡ്രിപ്സ് എന്ന് പറയുന്ന അവിടെ മഞ്ഞു മാർക്കറ്റിൽ കഫേ കോഫി ഡ്രിപ്സ് എന്ന് പറയുന്ന ഷോപ്പ് കയറി വന്നിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ കുറേ ഇട്ട് വിൽക്കുവാണ്. നിങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് റെന്റ് പോകാനാണ് നോക്കുന്നതെന്നുണ്ട്. ഇപ്പം റെന്റിന് ജാക്കറ്റ് എടുക്കാന്നുള്ള മൈൻഡിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഒരു ദിവസം 250 ആവും. പിന്നെ ഇവിടെ എല്ലാവരോടും ചോദിച്ചപ്പോൾ റെന്റിന് ഷോപ്സ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ ഫൈനലി ഉള്ള കടകളിലെല്ലാം കയറി ഇവിടെ വന്ന് 500 റുപ്പീസിന് എന്തുകൊണ്ടും വെർത്താണ് ഗൈസ്. എനിക്ക് തോന്നുന്നു എൻ്റെ സിസ്റ്റർ ഞങ്ങൾ ഊട്ടിക്ക് പോകാൻ നേരത്ത് എൻ്റെ പുകയാണ് ഗൈസ്. ഊട്ടിക്ക് പോകാൻ നേരത്ത് ഇങ്ങനെ ഒരു ജാക്കറ്റ് 2000 സംതിങ്ങിനാണ് വാങ്ങിച്ചത്. ഭയങ്കര വെർത്താണ്. നിങ്ങളിപ്പോൾ മണാലി വരുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ലൊക്കേഷനിൽ വന്നിട്ട് ഇങ്ങനത്തെ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കടയിൽ നിങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ. എനിക്ക് മണാലി വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഭയങ്കര ചുമയായിരുന്നു ഗൈസ്. ഇവിടെ വന്നപ്പോൾ സൗണ്ടൊക്കെ മാറി, എൻ്റെ വ്ളോഗിൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വിക്സ് മിഠായിയൊക്കെ വാങ്ങിച്ച് നമ്മുടെ മണാലിയിലെ പരക്കമ്പാച്ചിലെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി പോവുകയാണ്. ഇനി ഇവിടുന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇനി ഇവിടുന്ന് നമുക്ക് ബൈക്കൊക്കെ റെൻറ്റിനെടുത്തിട്ട് പോകണം. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടിയൊക്കെ റെൻറ്റിനെടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട് നമ്മൾ പാക്കേജ് വരുവാണെങ്കിൽ നമുക്ക് പാക്കേജ് ഒട്ടും അഫോർഡബിൾ അല്ല. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വരുവാണെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഗൈസ് നമ്മൾ മണാലി വന്നിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് മാഗി. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ ഇറങ്ങി. ഇനി ഇവിടുന്ന് പോകാൻ പോവാണ്. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. നമ്മളിപ്പോൾ പാക്കേജിലൊക്കെ വരുവാണെങ്കിൽ ഈ സെയിം റൂം തന്നെയാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സെയിം റൂം തന്നെയാണ് നമ്മളിപ്പം അവിടെ ബാർഗെയിൻ ചെയ്തിട്ട് എടുത്തേക്കുന്നത്. റൂമിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ എല്ലാ റൂമിനും ഇതേപോലെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മഞ്ഞുമല നമുക്ക് ജസ്റ്റ് കുറച്ച് അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഡേ നമ്മൾ രാവിലെ പോയി പർച്ചേസിങ്ങും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റൂമിൽ വന്ന് റെഡി ആയപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി റെൻറ്റിന് എടുക്കാനായിട്ടാണ് വന്നത്. ഇത് കണ്ടോ ഞങ്ങൾ വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേക്കിന് അതിൻ്റെ ഷോപ്പിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി നിന്ന് കത്തിക്കും കേട്ടോ. അവിടുത്തെ കൊടും തണുപ്പിന് രക്ഷ നേടാനായിട്ട് എല്ലാ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കത്തിക്കാറുണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ ഫസ്റ്റ് ഡേ വിസിറ്റ് ചെയ്യാൻ വന്നത് ഹരീംബ ദേവി ടെമ്പിൾ എന്ന് പറയുന്ന സ്പോട്ടിലാണ്. നമ്മൾ ടെമ്പിളിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ നല്ല അടിപൊളി സ്നോഫോൾസ് ആണ്. നിങ്ങൾ കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല, ഞാൻ കാണിച്ചു തരാം.
ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത ഒരുപാട് ഡ്രസ്സിങ് കളക്ഷൻസ് വരെ ഇവിടെ ഉണ്ട്. ഞാൻ എന്തായാലും പോകുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകത്തുള്ളൂ ഗൈസ്. ഞാൻ നിങ്ങളെ സ്നോഫോൾ കാണിച്ചു തരാവേ. ഇതാണ് നമ്മൾ ടെമ്പിൾ കയറുമ്പോഴത്തേക്കിനുള്ള വ്യൂ. ഈ സ്റ്റെപ്പൊക്കെ നടന്ന് ഒത്തിരി പോകണമെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ വണ്ടി റെൻറ്റിനെടുത്ത ഷോപ്പിൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളായിരുന്നു ഈ ഹഡിംബ ടെമ്പിളിലോട്ട് പോകാൻ. നമ്മൾ ചെന്ന് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര മഴയായിരുന്നു. മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ അമ്പലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ മഞ്ഞൊക്കെ വീണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ശരിക്കും ഈ അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മുടെ നാട്ടിലെ ടെമ്പിൾ എന്ന് പറയുമ്പോൾ വേറൊരു രീതി. ഇപ്പോൾ ഓരോ നാട്ടിലെ ടെമ്പിളും ഓരോ രീതിയാണ്. ഈ നല്ല മഴയത്തും ഇവിടെ ഒരുപാട് പേര് ഈ അമ്പലം വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ 1, 2, 3 ദിവസമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം അതിലൊരു ദിവസം മഴ കൊണ്ടുപോയാലും നമുക്ക് വിസിറ്റ് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ. ഗൈസ് നമ്മളങ്ങനെ അന്വേഷിച്ച് വന്ന ടെമ്പിൾ ഇതാണ്. നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടത് അതിൻ്റെ ബാക്ക് വശമായിരുന്നു. ഇത് നമ്മുടെ ടെമ്പിളിൻ്റെ പക്ഷെ നല്ല രസമുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിൽ ടെമ്പിൾ പോലെ അല്ല, ടോട്ടലി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഒന്നുകൂടെ ഇതിഷ്ടമായി. പിന്നെ ഓരോ നാട്ടിലെ ടെമ്പിൾ ഓരോ രീതിയാണ്. പക്ഷെ ഇവിടുത്തെ കണ്ടാൽ നല്ല രസമുണ്ടല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും സ്നോഫോള്. അടിപൊളി ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ശരിക്കും എൻ്റെ കുഞ്ഞുമക്കളെ വീട്ടിലാരും ഇരിക്കണ്ട, വണ്ടി പിടിച്ച് ഒരു ട്രെയിനിൽ ബുക്ക് ചെയ്ത് നിങ്ങളിങ്ങനെ വന്നു. ഇവിടെ എല്ലാം അടിപൊളിയാണ് ഗൈസ്. ഞാൻ ഇന്നുള്ളത് മറ്റേ ഹാദിംബ ദേവി ടെമ്പിൾ, അങ്ങനെ ഒരു ടെമ്പിളിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. പാക്കേജുകാർ ഫസ്റ്റ് കൊണ്ടുവന്ന ടെമ്പിളാണിത്. ഇത് നമുക്കിവിടെ ഫ്രീ എൻട്രി പാസ് ആണ്. പാക്കേജ് പോയി എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ ഫ്രീ എൻട്രി ടെമ്പിളിലൊക്കെയാണ് നിങ്ങളെ അവർ കൊണ്ടുവന്നേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് വന്നേക്കുന്നത്. ഈ ടെമ്പിളിൽ കയറാൻ ഇവിടെ നമുക്ക് ഇതിപ്പോൾ എൻ്റെ സിം ജിയോ ആണ്, നമുക്ക് റേഞ്ച് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ വരുന്നവർ ഇവിടുന്ന് ഓരോ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇത് കണ്ടോ എന്റെ ക്യാപ്പിലൊക്കെ, ഇത് കണ്ടോ ഗൈസ്, ഇതൊക്കെ സ്നോ ഒക്കെ വീണതാണ് ഗൈസ്. എന്റെ മുടിയിലൊക്കെ ഉണ്ട്, എന്റെ ഡ്രസ്സിലൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഐ എം സോ എക്സൈറ്റഡ് ഗൈസ്. ഞാൻ ഇങ്ങനെ ഒരു ട്രിപ്പ് ചൂസ് ചെയ്തത് തന്നെ എന്തുകൊണ്ടും ഭയങ്കര ബെറ്റർ ആണെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഗൈസ്. ഇവിടെ കുറേ പേര് ജാക്കറ്റൊക്കെ ഊരി വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം. അങ്ങനെ ഞാനും എൻ്റെ ജാക്കറ്റൊക്കെ ഊരി ഈ അമ്പലത്തിനോട് ചേർന്നൊരു വീഡിയോ എടുത്തു. പക്ഷെ എടുത്തു കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഇതായിരുന്നു. നമുക്കൊരു 2 മിനിറ്റ് പോലും നമ്മുടെ ജാക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊടും ചൂടത്തൂന്ന് ചെല്ലുന്ന ഹഡിംബ ടെമ്പിൾ മൊത്തത്തിൽ വിസിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ആ ഇറങ്ങിയ ടൈമിൽ നല്ലതുപോലെ സ്നോ കട്ട വീഴുന്നുണ്ടായിരുന്നു. ഗൈസ് നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞിന്റെ കല്ലാണ് ഗൈസ് വീഴുന്നത്. ഇത്രയും നേരം സ്നോഫോൾ ആയിരുന്നു, പക്ഷെ ഇതിന്റെ ഇപ്പം മഞ്ഞ് കട്ടയായിട്ടാണ് ഗൈസ് വീഴുന്നത്. കുറച്ച് കട്ട തിന്നിട്ടുണ്ട്. ഫ്രഷ് ആണോ നോക്കട്ടെ ഗൈസ്. നിങ്ങളെ കാണാൻ പറ്റും ഗൈസ്. ഐസ് കട്ട വീഴുന്നു ഗൈസ്, ഐസ് മഞ്ഞ് കട്ട വീഴുന്നു ഗൈസ്.